So next, technology forecasting. So technology forecasting എന്ത് നമ്മൾ ഫ്യൂച്ചറിലെ സംഭവം പ്രഡിക്റ്റ് ചെയ്യുന്നതാണ് ടെക്നോളജി ഫോർകാസ്റ്റിംഗ്. സോ ഇത് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഫ്യൂച്ചറിൽ എന്ത് നടക്കും, എങ്ങനെയായിരിക്കും പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, അതിനനുസരിച്ച് മാർക്കറ്റ് അനാലിസിസ് ചെയ്യാനും അതിനനുസരിച്ച് എന്ത് സ്ട്രാറ്റജിയിൽ പ്ലാൻ ചെയ്യാനും സ്ട്രാറ്റജിക് പ്ലാനിങ് ചെയ്യാനും പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കും. സോ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണ് ടെക്നോളജി ഫോർകാസ്റ്റിംഗ്? ഒന്ന് പ്രൊഡക്ടിവിറ്റി, ലോങ് ടേം പെർസ്പെക്റ്റീവ്, മൾട്ടി ഡിസിപ്ലിനറി, ഡാറ്റ ഡ്രിവൺ, ഐറ്ററേറ്റീവ്, അൺസർട്ടനിറ്റി, റിസ്ക് മാനേജ്മെന്റ്, ഫ്ലെക്സിബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ്, കണ്ടിന്യൂസ് പ്രോസസ്. സോ ഇത് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടതാണ്. സോ എന്താണ് പ്രൊഡക്ടിവിറ്റി എന്ന് നോക്കാം. സോ നീഡ് ഫോർ ടെക്നോളജി ഫോർകാസ്റ്റിംഗ്. ടെക്നോളജി ഫോർകാസ്റ്റിംഗ് എന്തുകൊണ്ടാണ് നമുക്ക് ആവശ്യം? ഒന്ന്, റാപ്പിഡ് പേസ് ഓഫ് ടെക്നോളജിക്കൽ ചേഞ്ച്. എന്ന് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റായിട്ട് ടെക്നോളജി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നാളെ ഇപ്പോൾ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. സോ അതിനുവേണ്ടി അതുകൊണ്ട് നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാനല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. സോ റാപ്പിഡ് പേസ് ഓഫ് ടെക്നോളജി ചേഞ്ച്, ഐഡൻറ്റിഫൈങ് ന്യൂ ഓപ്പർച്യൂണിറ്റി, പുതിയ സാധ്യതകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഈ ടെക്നോളജി ഫോർകാസ്റ്റ് കൊണ്ട് പറ്റും. കാരണം ഇപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ്സാണ് പച്ചപിടിക്കാന്ന് നമുക്കതൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുകയാണ്. അടുത്തത് ഐഡൻറ്റിഫൈ ന്യൂ മാർക്കറ്റ്, പുതിയ മാർക്കറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പം ഇന്ന ഒരു സംഭവം പ്രൊഡക്റ്റിന് ഇത്രയധികം മാർക്കറ്റ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അത് നമുക്ക് കുറേ സെയിൽസ് ഉണ്ടെങ്കിൽ കുറേ പ്രോഫിറ്റ് ആണെങ്കിൽ കുറേ പൈസ ഉണ്ടാക്കാം. സോ അങ്ങനെ ഒരു സംഭവം. ഇംപ്രൂവിങ് എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ്. പിന്നെയുള്ളത് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റും അല്ലെങ്കിൽ സർവീസ് നമുക്ക് നല്ല രീതിയിൽ ടെക്നോളജി ഫോർകാസ്റ്റ് അനുസരിച്ച് ഫ്യൂച്ചറിൽ നമ്മുടെ സംഭവം അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇന്ന രീതിയിൽ മാറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താം, നമുക്ക് നല്ല മെച്ചം ഉണ്ടാവും എന്ന് തോന്നുന്നതാണ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് നമുക്ക് ടെക്നോളജി ഫോർകാസ്റ്റിംഗ് നീഡായിട്ട് നമുക്ക് ഇത് പറയാം. പിന്നുള്ളത് നമുക്ക് കോമ്പറ്റീവായിട്ട് പിടിച്ചേക്കാൻ ഈ സംഭവം ഹെൽപ്പ് ചെയ്യും. സോ അതാണ് എന്തുകൊണ്ടാണ് ടെക്നോളജിക്കൽ ഫോർകാസ്റ്റിംഗിൻ്റെ ആവശ്യകത എന്ന് പറയുന്ന സംഭവം. സോ നീഡ് ഫോർ ടെക്നോളജി അതന്നെ, അതൊരു ഇത്തിരി ബെറ്റർ ആയിട്ട് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ടെക്നോളജി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് എവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റാപ്പിഡ് പേസ് ഓഫ് ടെക്നോളജി ചേഞ്ച് പോസിറ്റീവ് ആയിട്ടുള്ളതും ഒപ്പം തന്നെ നെഗറ്റീവ് എഫക്റ്റും ഉണ്ട് ഓർഗനൈസേഷന്. അപ്പോൾ അതിനനുസരിച്ച് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഓരോ ചേഞ്ചിനനുസരിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. അതാണ് റാപ്പിഡ് ടെക്നോളജി ചേഞ്ച്. ഐഡൻറ്റിഫൈ ന്യൂ ഓപ്പർച്യൂണിറ്റി പറഞ്ഞത് തന്നെ സെയിം സംഭവം. പുതിയ ഓപ്പർച്യൂണിറ്റീസ്, ഇന്നോവേഷൻസ്, ഗ്രോത്ത് ഒക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും റിസ്ക്കോ ചാലഞ്ചോ ഒക്കെ ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ പുതിയ മാർക്കറ്റ് കണ്ടുപിടിക്കാം. ഡെവലപ്പ് എനി പ്ലാൻസ് ഫോർ എൻ്ററിങ് ദീസ് മാർക്കറ്റ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പുതിയ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ അതിനുള്ള വഴികൾ കണ്ടെത്തുക. ഒന്നെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നത് നമ്മുടെ എഫിഷ്യൻസിയും പിന്നെ കോസ്റ്റ് നമുക്ക് ലാഭിക്കാൻ പറ്റും. വേറൊരു പുതിയ പ്രൊഡക്റ്റ് കണ്ടെത്തുന്നതും പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അഞ്ചാമത്തെ കാര്യം കോമ്പറ്റീറ്റീവ് ആയി നിൽക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ കുറേ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. അവരുടെ ഒപ്പം നമ്മൾ ഒറ്റയ്ക്ക് പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ചേഞ്ചസ് ഉണ്ടാവണമെന്ന് അറിയണം. അപ്പോൾ ടെക്നോളജിക്ക് ഫോർകാസ്റ്റിങ്ങിൻ്റെ റോൾ എന്താണ്? ഒന്ന്, നമുക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. സ്ട്രാറ്റജിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് അത് തരും. പിന്നുള്ളത് ആൻറ്റിസിപ്പേറ്റിംഗ് ടെക്നോളജി ചേഞ്ചസ്. എന്തൊക്കെയാണ് ടെക്നോളജികളിൽ ചേഞ്ച് വരാമെന്ന് നമുക്ക് മുൻകൂട്ടി ഒന്ന് ചിന്തിച്ച് വയ്ക്കാൻ പറ്റും. മൂന്നാമത്തെ കേസ് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ ഏതെങ്കിലും പുതിയ മാർക്കറ്റിലേക്ക് നമുക്ക് കയറണമെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ് ഇമ്പ്രൂവ് ചെയ്യാം, സർവീസസ് ഇമ്പ്രൂവ് ചെയ്യാം. ആ ഒരു സംഭവം ഇതിൽ പറയണം. സോ പ്രൊവൈഡിങ് സ്ട്രാറ്റജി അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ ടെക്നോളജി ഫോർകാസ്റ്റിംഗ് പ്രൊവൈഡ്സ് ഒരു ഓർഗനൈസേഷന് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഫ്യൂച്ചറെ കുറിച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റും പിന്നെ R&D ഒക്കെ ചെയ്യാം, പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഒരു ബിസിനസ് നല്ല സ്ട്രാറ്റജിക്കലി ഓവറോൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നുള്ളതാണ് ആൻറ്റിസിപ്പേറ്റിംഗ് ടെക്നോളജി. എന്തൊക്കെ ചേഞ്ചസ് വരികയെന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ കോമ്പറ്റീറ്റീവായി നിൽക്കുക. പിന്നെ ന്യൂ ഓപ്പർച്യൂണിറ്റി പറഞ്ഞത് തന്നെ, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഓരോ പുതിയ ഇന്നോവേഷൻ വരുമ്പോൾ അതിനനുസരിച്ച് ചേഞ്ച് ആവണം. പുതിയ പ്ലാൻസ്, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും പുതിയ മാർക്കറ്റിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇപ്പോൾ പേപ്പറിൻ്റെ ഒരു മാർക്കറ്റ്, പേപ്പർ കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് വേറൊരു രീതിയിൽ അത് ബുക്കാക്കി മാറ്റി ഒരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യണമെന്ന് വിചാരിക്കുക. സോ ഒരു സംഭവം ഇംപ്രൂവിങ് എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് പറഞ്ഞത് തന്നെ. സോ ടെക്നോളജി ഫോർകാസ്റ്റിംഗ് പ്രോസസ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് നോക്കാം. ആദ്യം സ്കോപ്പ് ഓഫ് ദ ഫോർകാസ്റ്റ്. ഡിഫൈനിങ് ദ സ്കോപ്പ് ഓഫ് ദ ഫോർകാസ്റ്റ്. This includes the determining specific technology that will be studied and the time frame for the forecast and the level of detail that is required. എന്തൊക്കെ ഡീറ്റെയിൽ നമുക്ക് ഇത് ആവശ്യം വരിക, എത്ര ടൈം ഫ്രെയിം നമുക്ക് വേണ്ട വരും ഈ ഒരു ഫോർകാസ്റ്റ് ചെയ്യാൻ. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൂടി എന്ത് സ്പെസിഫിക് ടെക്നോളജിക്ക് അനുസരിച്ചാണ് നമ്മൾ ചെയ്യണത്, ആ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഒരു ഫോർകാസ്റ്റിൻ്റെ സ്കോപ്പ് ഡിഫൈൻ ചെയ്യണതിൽ പറയുന്നത്. അടുത്തത് പിന്നെ പറയുന്നത് കീ ഡ്രൈവേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക.
ഇപ്പോൾ കുറേ കാര്യങ്ങളുണ്ടാവും. ഒന്നുകിൽ എക്കണോമിക് അല്ലെങ്കിൽ സോഷ്യൽ പൊളിറ്റിക്കൽ ടെക്നോളജിക്കൽ ആയിട്ടുള്ള പല ഫാക്ടേഴ്സ് ഒരു സംഭവം ടെക്നോളജീനെ ഡെവലപ്പ് ചെയ്യണതും അത് അഡോപ്റ്റ് ചെയ്യണത് ആയിട്ട് സംബന്ധിച്ചിരിക്കുന്നുണ്ടാവും. സോ അതാണ് ഐഡൻറ്റിഫൈങ് കീ ഡ്രൈവേഴ്സ്. കളക്ട് ആൻഡ് അനലൈസിങ് ഡാറ്റ. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു പിന്നുള്ളത് നമ്മുടെ ഡാറ്റ നമുക്ക് കിട്ടിയ ഡാറ്റയും ആ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്ത് എന്താണ് ടെക്നോളജിക്കൽ ചേഞ്ച് വരുത്തുന്നത്, എന്ത് സംഭവങ്ങളാണ് ചേഞ്ച് വരുത്തുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ഒന്നെങ്കിൽ ഇൻഫോർമേഷനോ ടെക്നോളജിക്കൽ ട്രെൻഡ്സിനെ കുറിച്ചുള്ള നമ്മൾ ഇൻഫോർമേഷൻ എടുക്കുക, പേറ്റൻസ്, സയൻറ്റിഫിക് ലിറ്ററേച്ചർ, മാർക്കറ്റ് റിസർച്ച്, ഇതിനൊക്കെ കുറിച്ചിട്ട് നമ്മളൊരു ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യണം. നാലാമത്തെ കേസ് ഡെവലപ്പിംഗ് സിനാരിയോസ്. സിനാരിയോസ് ഡിസ്ക്രൈബ് ദ പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ സ്റ്റേറ്റ്സ് ഓഫ് ടെക്നോളജി. അപ്പോൾ എന്തായിരിക്കും ടെക്നോളജിയുടെ ഫ്യൂച്ചറിൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും, അതാണ് ഡെവലപ്പിംഗ് സിനാരിയോസ്. അപ്പോൾ ഈ സിനാരിയോ ഒന്നെങ്കിൽ ഷുഡ് ടേക്ക് ഇൻ അക്കൗണ്ട്. അപ്പോൾ ചേഞ്ച് ആവണതനുസരിച്ച് ഈ സിനാരിയോസ് നമ്മൾ ഒന്നെങ്കിൽ കൺസിഡർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ചേഞ്ച് നമുക്ക് മുൻപ് നമ്മൾ വന്ന സ്റ്റെപ്പിലൂടെ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ചേഞ്ച് വരാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോസ് കൺസിഡർ ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. പിന്നെ എവാലുവേറ്റിംഗ് സിനാരിയോസ്. ഇതിൽ നമ്മുടെ സംഭവത്തിൻ്റെ ഫീസിബിലിറ്റി എങ്ങനെയായിരിക്കും ആ സിനാരിയോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷനിലെ ഇൻഡസ്ട്രിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റ് എങ്ങനെ ആയിരിക്കും, എത്രത്തോളം ആയിരിക്കും എന്ന് അറിയേണ്ടതാണ്. അതിനെക്കുറിച്ച് എവാലുവേറ്റ് ചെയ്യാണ് സിനാരിയോസ്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ടെക്നോളജി ഫോർകാസ്റ്റിംഗ്. പ്രിൻസിപ്പിൾസ് ഓഫ് ടെക്നോളജി ഫോർകാസ്റ്റിംഗിൽ ആദ്യത്തെ കാര്യം കീ ട്രെൻഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. എന്നുവെച്ചാൽ ഇപ്പോഴത്തെയും പിന്നെ മുമ്പ് എന്തൊക്കെയായിരുന്നു ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ നമുക്ക് പാറ്റേൺസ് കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ ഇന്ന രീതിയിൽ ഇങ്ങനെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സെയിൽസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രെൻഡ്സ്. അപ്പോൾ ആ ഒരു ട്രെൻഡ് നമുക്ക് അറിയുന്നുണ്ട്, നമുക്ക് ഫ്യൂച്ചറിലും അതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ സെയിൽസും പ്രോഫിറ്റ്സും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതാണ് അതിൽ പറയുന്നത്. ഐഡൻറ്റിഫൈങ് കീ ഡ്രൈവേഴ്സ് ആൻഡ് ഇൻഹിബിറ്റേഴ്സ്. പിന്നെ ടെക്നോളജി ഫോർകാസ്റ്റിംഗ് ഓൾസോ എപ്പോഴും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഐഡൻറ്റിഫൈങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡെവലപ്മെൻറ്റ് പുതിയ ടെക്നോളജി എടുക്കുക എന്നുള്ളതാണ്. സോ ഇതിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞത് സാധനം എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ, എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് അതിനെ ഡ്രൈവ് ചെയ്യണത്. അതിനെങ്ങനെ ഇപ്പോൾ ടെക്നോളജി അക്വിസിഷൻ അല്ലെങ്കിൽ ടെക്നോളജി നമ്മുടെ ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ ആ സംഭവങ്ങളിലെ ഡ്രൈവ് എന്തൊക്കെയാണ് അതിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ആ സംഭവമാണ് ഇത്. പിന്നുള്ളതാണ് ഐഡൻറ്റിഫൈങ് കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആരൊക്കെ ആണ് ഈ ഒരു ടെക്നോളജി നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്, ഫ്യൂച്ചറിൽ ഇതിൻ്റെ ഒപ്പം നിൽക്കുക അല്ലെങ്കിൽ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഐഡൻറ്റിഫൈങ് കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. യൂസിങ് മൾട്ടിപ്പിൾ മെത്തേഡ്സ്. ഫോർകാസ്റ്റിംഗ് ഒരു മെത്തേഡ് വേണമെന്നില്ല, പലതരത്തിലുണ്ട്. അങ്ങനത്തെ ഓരോ മെത്തേഡ്സാണ് ഡെൽഫി മെത്തേഡ്, സിനാരിയോ ബിൽഡിംഗ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്. അങ്ങനെ പല മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത് നോക്കണം. അപ്പോഴാണ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം അറിയാൻ പറ്റുള്ളൂ, ഫ്യൂച്ചറിൽ എന്ത് നടക്കും, എങ്ങനെയാണ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക എന്ന് അറിയുന്നത്. പിന്നെ ഉള്ളതാണ് പൊട്ടൻഷ്യൽ റിസ്ക് കൺസിഡർ ചെയ്യുക, അൺസർട്ടനിറ്റീസ് വരാനുള്ളത്, ചാൻസുകൾ എന്തൊക്കെയാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഫോർകാസ്റ്റിംഗ് രീതിയിൽ നിൽക്കണമെന്നില്ല. അപ്പോൾ അതിലെന്തെങ്കിലും വേറെ രീതിയിൽ വന്നുകൂടാന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കണം. അതാണ് അൺസർട്ടനിറ്റീസ് ഉള്ളത്, നമുക്ക് അതും കൂടി ആലോചിക്കണം. ആ സംഭവമാണ് കൺസിഡറിങ് പൊട്ടൻഷ്യൽ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റീസ്. പിന്നെ റെഗുലർ റിവ്യൂ ആൻഡ് അപ്ഡേറ്റ്. അപ്പോൾ ടെക്നോളജി പറയുന്നത് നമുക്കറിയാം എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നുള്ളതായിരിക്കില്ല നാളെ, അപ്പോൾ നാളത്തെ കാര്യമായിരിക്കില്ല മറ്റന്നാൾ. സോ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് കാര്യങ്ങൾ റിവ്യൂ ചെയ്യാനും പിന്നെ ഓരോ ഫോർകാസ്റ്റ് അനുസരിച്ച് അപ്ഡേഷൻ വന്ന് നമുക്ക് അറിയുന്നത് ഒരു കാര്യമാണ് റെഗുലർ റിവ്യൂസ് ആൻഡ് അപ്ഡേറ്റ്. കൺസിഡറിങ് ദ പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓഫ് ടെക്നോളജി ഫോർകാസ്റ്റ് എപ്പോഴും വേറെ കാര്യം കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നമ്മുടെ ഈ ടെക്നോളജി എന്തെങ്കിലും എൻവയോൺമെൻറ്റൽ അല്ലെങ്കിൽ എക്കണോമിയിലോ അല്ലെങ്കിൽ സൊസൈറ്റീനെ എങ്ങനെ ബാധിക്കും എന്നറിയാൻ നോക്കുന്നതാണ് കൺസിഡറിങ് ദ പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓഫ് ടെക്നോളജി. ഇനി അടുത്തത് ടെക്നോളജി ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ്. എന്തൊക്കെയാണ് ടെക്നോളജി, നമ്മൾ മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് സാധനങ്ങൾ ചെയ്യാന്ന്. അപ്പോൾ എന്തൊക്കെ പല മെത്തേഡ്സ് വരുന്നുണ്ടെന്നാണ് നോക്കുന്നത്. ഒന്നാണ് ഡെൽഫി മെത്തേഡ്. ഡെൽഫി മെത്തേഡിൽ ഈസ് എ ടെക്നിക് ദാറ്റ് ഇൻവോൾവ്സ് ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് ഇരുന്നിട്ട് അവരുടെ ഒരു പ്രഡിക്ഷൻ ഫ്യൂച്ചറിൽ അപ്പോൾ 4-5 ആൾക്കാർ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ AI ഇങ്ങനെയായി മാറും, അല്ലെങ്കിൽ AI നമ്മുടെ ഹ്യൂമൻ റീസനെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ AI ഡെവലപ്മെൻറ്റ് വളരെ ഫാർ എക്സീഡ് ചെയ്യും, അങ്ങനെയൊക്കെ ഒരു ഇത് പറയാന്ന്.
സോ അവരുടെ ഒരു ഒപ്പീനിയൻ ആണ് പറയുന്നത്. സോ അവർ എക്സ്പേർട്സ് ആണ്, അവരുടെ ഫീഡ്ബാക്ക്, അപ്പോൾ അവരുടെ ഫീഡ്ബാക്ക് പറയാണ് ഓൺ ദ പ്രഡിക്ഷൻ ഓഫ് അതർ എക്സ്പേർട്ട്. ബാക്കിയുള്ളവരുടെ അനുസരിച്ച് ഫീഡ്ബാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ്ബാക്ക് പറയാം. എന്നിട്ട് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇറ്ററേറ്റ് ചെയ്ത് അവർ നോക്കുകയാണ് ചെയ്യണം. അടുത്തതാണ് സിനാരിയോ പ്ലാനിങ്. സിനാരിയോ പ്ലാനിങ് ഇസ് മെത്തേഡ് ദാറ്റ് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് ഡിഫറെൻറ്റ് പോസിബിൾ സിനാരിയോസ്. നമ്മൾ അങ്ങനത്തെ ഒരു സന്ദർഭം അല്ലെങ്കിൽ സിറ്റുവേഷൻ, അപ്പോൾ ഇങ്ങനൊരു അത് ഉണ്ടാക്കി നോക്കും. എന്നിട്ട് അത് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന സാധനങ്ങൾ ഇങ്ങനെ സിനാരിയോ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും പൊട്ടൻഷ്യലായിട്ട് ഉണ്ടാവുക, ഓർഗനൈസേഷൻ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത്, അങ്ങനെ പ്ലാൻ ചെയ്ത് എന്നിട്ട് അത് റൺ ചെയ്ത് നോക്കും, ഒരു പ്രോഗ്രാം റൺ ചെയ്ത് നോക്കണ പോലെ. ആ ഒരു സംഭവമാണ് സിനാരിയോ പ്ലാനിങ്. പിന്നെ ഉള്ളതാണ് റോഡ് മാപ്പിംഗ്. റോഡ് മാപ്പിംഗ് എന്ന് പറയുന്നത് ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണ്. എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ടെക്നോളജി സമയം പോകും തോറും എങ്ങനെ ഡെവലപ്പ് ആവും, എങ്ങനെ ഡെവലപ്മെൻറ്റ് എങ്ങനെ രീതിയിൽ പോവും, സോ അത് കണ്ടുപിടിക്കുന്നതാണ് റോഡ് മാപ്പിംഗ്. സോ അത് നമുക്ക് കൂടുതലും എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇഷ്യൂസ് വരിക, അല്ലെങ്കിൽ പോണ വഴിയിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ടോ, പൊട്ടൻഷ്യലായിട്ട് നമുക്ക് എന്തെങ്കിലും ഭയങ്കര വലിയ മാറ്റം കിട്ടുമോ, അല്ലെങ്കിൽ അതാണ് ബ്രേക്ക് ത്രൂസ് എന്നുണ്ട് ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ അത് R&D ആക്ടിവിറ്റീസിന് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നോക്കുന്ന സംഭവമാണ് റോഡ് മാപ്പിംഗ്. പാറ്റന്റ് അനാലിസിസ്. പിന്നുള്ളതാണ് പേറ്റന്റ് അനാലിസിസ്. പേറ്റന്റ് അനാലിസിസ് അനലൈസിങ് പാറ്റന്റ് ഡാറ്റ ടു ഐഡന്റിഫൈ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ്. നമുക്ക് വരുന്ന ഇപ്പോൾ എന്തൊക്കെ പാറ്റേൺസ് ആണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ലോകത്ത്, അപ്പോൾ അതിനനുസരിച്ച് പാറ്റന്റ് ഡാറ്റ നമുക്ക് എന്താ പറയുക മുൻകൂട്ടി കണ്ട്, അപ്പോൾ പാറ്റന്റ് ഡാറ്റ കുറേ ആൾക്കാരുടെ വരുന്നത് ഓരോ ദിവസങ്ങൾ, അപ്പോൾ അവരവർ കണ്ടുപിടിക്കുന്ന ഇൻവെൻഷൻസ് ഇങ്ങനെയാണ്, അപ്പോൾ ഫ്യൂച്ചറിൽ എന്താണ് മാറ്റങ്ങൾ വരിക, ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കി എന്താ പറയുക ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ അതിൽ എന്ത് ടെക്നോളജി മാറുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കേണ്ടതാണ് പാറ്റന്റ് അനാലിസിസ്. അപ്പോൾ അത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പുതിയ പ്രൊഡക്ട്സും ടെക്നോളജി എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത്, അതോടൊപ്പം തന്നെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സിന് നമുക്ക് ഇതിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് പാറ്റന്റ് അനാലിസിസ്. പിന്നുള്ളതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഫോർകാസ്റ്റിംഗ്. ഇതിൽ മാത്തമാറ്റിക്കൽ മോഡൽസും സ്റ്റാറ്റിസ്റ്റിക്സും ഹിസ്റ്റോറിക്കൽ ഡാറ്റ, ഇപ്പം മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ മുമ്പത്തെ ഡാറ്റ നമുക്ക് അറിയാൻ പറ്റും. എന്തോ കാലത്രം ഇപ്പോൾ ഒരു ക്ലോത്തിങ് ഇൻഡസ്ട്രി ആണെങ്കിൽ ക്ലോത്തിങ് ഇൻഡസ്ട്രി എത്രമാത്രം സെയിൽസ് ഉണ്ടായിട്ടുണ്ട്, എന്ത് ക്ലോത്താണ് അവർക്ക് പോയിട്ടുണ്ടാവുക, അപ്പോൾ അതിൻ്റെ ഒക്കെ ഓരോ സ്റ്റാറ്റിസ്റ്റിക്സും മോഡൽസും റൺ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതനുസരിച്ച് ഫ്യൂച്ചറിൽ കാര്യങ്ങൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്ത് അത് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ അവൈലബിൾ ആയിരിക്കണം. സോ വലിയ വലിയ ബ്രാൻഡിൻ്റെ കയ്യിൽ അതുമാതിരിയുള്ള ഇഷ്ടംപോലെ ഡാറ്റ ഇരിക്കുന്നുണ്ടാവും. സോ അതുകൊണ്ടാണ് അവർക്ക് എപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. സോ അഡിഡാസ്, നൈക്ക് അങ്ങനത്തെ പോലുള്ള വൻകിട ബ്രാൻഡ്സിനെ കുറിച്ച് നമുക്കറിയാം. സോ അവരൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോഴാണ് അവർക്ക് വീണ്ടും വീണ്ടും പിടിച്ചിരിക്കാൻ പറ്റണം. പിന്നെയുള്ളത് എക്സ്പേർട്ട് ജഡ്ജ്മെന്റ്. എക്സ്പേർട്ട് ജഡ്ജ്മെന്റ് പ്രത്യേകിച്ചൊന്നുമല്ല, ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയിട്ട് കാര്യം ചോദിക്കുകയാണ്, എന്തായിരിക്കും എങ്ങനെയായിരിക്കും, അവരവരുടെ പ്രഡിക്ഷൻ പറയും, അവരുടെ ഫീച്ചർ പറയും, ആ ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഇന്ന പർട്ടിക്കുലർ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ പറയുന്ന ഒരു സംഭവമാണ് എക്സ്പേർട്ട് ജഡ്ജ്മെന്റ്. പിന്നെ ഉള്ളതാണ് പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഈ ഒരു സംഭവം നമ്മൾ അടുത്തൊരു ടോപ്പിക്കിൽ നോക്കാൻ ഉദ്ദേശിച്ചാണ്. ബട്ട് നമ്മൾ ഇതിൽ നോക്കാം. നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഒരു ലോങ് വീഡിയോ എന്തിനാണെന്ന് ഉദ്ദേശിച്ചിട്ടാണ് എപ്പോഴും ബ്രേക്ക് ചെയ്യാണ്. സോ നോക്കാം. പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. സോ പ്ലാനിങ് ഇൻവോൾവ്സ് സെറ്റിംഗ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. പ്ലാനിങ്ങിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഗോൾസും ഒബ്ജക്റ്റീവ്സും ഓൾറെഡി സെറ്റ് ചെയ്യുന്നതാണ് പ്ലാനിങ്. നമുക്കറിയാം, നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യം നമ്മൾ ഇന്ന കാര്യങ്ങൾ ഇന്നൊരു ദിവസം ചെയ്തു പോകണം, ആ ഒരു മൈൻഡായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള റിസോഴ്സസ് ആവശ്യം വരും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുക, അതൊന്നാണ് പ്ലാനിങ്. അതിൽ ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുകയാണ് ഫോർ ദി ഫ്യൂച്ചർ, എങ്ങനെയാണ് ഏതൊക്കെ ലെവലിൽ എന്തൊക്കെ രീതിയിലാണ് ഓർഗനൈസേഷനിൽ ചെയ്യേണ്ടി വരിക. പിന്നുള്ളതാണ് ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് ഇൻവോൾവ്സ് മേക്കിംഗ് പ്രഡിക്ഷൻ അബൌട്ട് ഫ്യൂച്ചർ ഇവൻറ്റ്സ്. ഫ്യൂച്ചറിൽ ഇന്ന കാര്യം നടക്കും, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ട്രെൻഡ് ആയിരിക്കും, അത് പ്രഡിക്റ്റ് ചെയ്യുന്നതാണ് ഫോർകാസ്റ്റിംഗ്. സോ ഇതിൽ നമുക്ക് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ഉണ്ടാവാം, പ്രൊഡക്ഷൻ ഫോർകാസ്റ്റിംഗ്, സെയിൽ ഫോർകാസ്റ്റിംഗ്, ഇതൊക്കെ ഉണ്ടാവാം. സോ പ്ലാനിങ്ങും ഫോർകാസ്റ്റിങ്ങും നല്ല രീതിയിലുള്ള ഡിസിഷൻ എടുക്കാനും പ്രൊവാക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്ലാനിങ് ഫോർകാസ്റ്റിംഗ് ചിലപ്പോൾ അൺസർട്ടൈൻ ആയിരിക്കും, ചിലപ്പോൾ എഫക്റ്റ് ആവാതിരിക്കും. പക്ഷേ അതെപ്പോഴും എക്കണോമിക് കണ്ടീഷൻസ്, ഇൻഡസ്ട്രി ട്രെൻഡ്സിന്, പൊട്ടൻഷ്യൽ ബിഹേവിയറിനനുസരിച്ചായിരിക്കും ഈ രണ്ട് കാര്യങ്ങളും. അടുത്തതാണ് ടെക്നോളജി ജനറേഷൻ. ടെക്നോളജി ജനറേഷൻ refers to the process of developing and introducing new technologies, advancement in nature. പുതിയതായിട്ടുള്ള ടെക്നോളജികളിലും ഇന്നോവേഷൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമാണ് ടെക്നോളജി ജനറേഷൻ. സോ അത് ഒരു പുതിയ രീതിയിലുള്ള ഐഡിയാസും കോൺസെപ്റ്റ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ നോക്കുന്നതാണ് സംഭവം വരുന്നത്. The process of technology generation can be divided into several stages. അപ്പോൾ ടെക്നോളജി ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമുക്ക് പല സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം.
ആദ്യത്തെ സ്റ്റേജ് റീസെർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്കറിയാം പുതിയ ഐഡിയ, നമ്മുടെ കയ്യിൽ പുതിയ ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് നമ്മൾ കുറേ പഠിക്കും, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയാൻ നോക്കും. സോ അപ്പോൾ ഒരു റീസെർച്ച് അല്ലെങ്കിൽ നമ്മൾ എഞ്ചിനീയർ ആയിട്ടുള്ള നമ്മളൊരാൾ അതിനെക്കുറിച്ച് എക്സ്പെരിമെന്റ് നടത്തും, എന്നിട്ട് അതൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി വെക്കും. നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കാര്യമാണ് കുറേ ആൾക്കാർക്ക് അവരുടെ ഒരു അപ്പോൾ ആ ബേസിൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും. പ്രോട്ടോടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും, എന്നിട്ട് പുതിയ ടെക്നോളജി വല്ലതുണ്ടെങ്കിൽ അത് വയബിൾ ആണോ, അത് എഫക്റ്റീവ് ആയിട്ട് നടക്കുമെന്ന് നോക്കുന്നതാണ് അത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. പിന്നെയുള്ളതാണ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്. ഈ ഒരു സ്റ്റേജിൽ ടെക്നോളജി എപ്പോഴും ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ടെക്നോളജി ഡിസൈൻ ഡെവലപ്മെന്റ് മോർ ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സാധനം നോക്കും. നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ ചെയ്യും, പിന്നെ അതിൻ്റെ 3D CAD മോഡലും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഡീറ്റെയിൽ ഡിസൈനും അതിൻ്റെ സ്പെസിഫിക്കേഷൻ ബ്ലൂ പ്രിൻ്റ് ഒക്കെ എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇതിലൂടെ സോഫ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ റിക്വയർഡ് ടു മേക്ക് ദ ടെക്നോളജി വർക്ക്. മൂന്നാമത്തെയാണ് ടെസ്റ്റിംഗ് വാലിഡേഷൻ. നമ്മൾ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞു, ഡിസൈൻ ചെയ്തു, എന്തൊക്കെ ചെയ്താലും നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്യണം. അപ്പം തന്നെ വാലിഡേറ്റ് ചെയ്യണം നമ്മുടെ സംഭവം വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഇറ്റ്സ് ഗുഡ്, അല്ലെങ്കിൽ ടെക്നോളജി പരമായിട്ട് നല്ലൊരു സംഭവം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി, നമ്മുടെ ഐഡിയ വർക്കിംഗ് ആണ് എന്ന് നോക്കുന്നതാണ് ടെസ്റ്റിംഗ് ആൻഡ് വാലിഡേഷൻ. ഇതിൽ നമ്മുടെ വർക്ക് നമ്മളിപ്പോൾ വിചാരിച്ച പോലെ നടക്കണമെന്ന് ചെയ്യുന്നതാണ് ടെസ്റ്റിംഗ് ആൻഡ് വാലിഡേഷൻ. പ്രൊഡക്ഷൻ ആൻഡ് ഡിപ്ലോയ്മെന്റ്. എന്നിട്ട് ടെക്നോളജി നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അത് വാലിഡേറ്റ് ചെയ്യുകയും ചെയ്തു, ഇനി അത് പ്രൊഡക്ഷന് വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. സോ ഈ സ്റ്റേജിൽ ടെക്നോളജി നമ്മൾ മാനുഫാക്ചർ ചെയ്യും, അസംബിൾ ചെയ്ത്, എന്നിട്ട് കസ്റ്റമേഴ്സിന് അതേ പിടിച്ചോ എന്ന് പറഞ്ഞ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു സംഭവമാണ് പ്രൊഡക്ഷൻ ആൻഡ് ഡിപ്ലോയ്മെന്റ്. ഇനി അഞ്ചാമത്തെ സ്റ്റേജിൽ എന്താ പറയുക, മെയിൻ്റെനൻസ് സപ്പോർട്ട്. നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടി വരിക, അവരൊക്കെ ഒപ്പം തന്നെ സാറ്റിസ്ഫൈഡ് ആക്കണം. അപ്പോഴാണ് നമ്മുടെ പ്രൊഡക്റ്റിന് മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. സോ മൂവ്മെന്റ് ഉണ്ടാവണമെങ്കിൽ മെയിൻ്റെനൻസ് സപ്പോർട്ട് ഉണ്ടായാലാണ് ആയിരിക്കും നല്ല രീതിയിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനത്തെ ഒരു കാര്യത്തിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒന്നും ഉണ്ടാവുകയാണെങ്കിൽ നമ്മളതിനനുസരിച്ച് ടെക്നിക്കൽ സപ്പോർട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എല്ലാ ഹാർഡ്വെയർ എന്ന് വെച്ചാൽ TV, ഫ്രിഡ്ജ്, അങ്ങനത്തെ ഓരോ സംഭവം കൊടുക്കുകയാണെങ്കിൽ 1 year വാറണ്ടി ഒക്കെ കൊടുക്കുന്നത്, പിന്നെ മെയിൻ്റെനൻസ് സപ്പോർട്ട് കൊടുക്കുന്നത്. എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ നമ്മുടെ ആൾക്കാർ വന്ന് അല്ലെങ്കിൽ കമ്പനിയുടെ ആൾക്കാർ വന്ന് മെയിൻ്റെനൻസും വർക്കൊക്കെ ചെയ്യുന്നത്, അതാണ് മെയിൻ്റെനൻസ് സപ്പോർട്ട്. സോ അത് കഴിഞ്ഞു. ഇനിയുള്ള ടെക്നോളജി ഡെവലപ്മെന്റ്. ടെക്നോളജി ഡെവലപ്മെന്റ് refers to the process of creating new technologies and improving existing ones. സോ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലായി പല ടേംസും എല്ലാം ഏകദേശം സെയിമിനാണ്, ബട്ട് ഡിഫറെൻ്റ് ആയിട്ട് ഹെഡിങ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഐഡിയ ഒക്കെ എല്ലാത്തിലും സെയിമാണ് നമ്മൾ വിചാരിക്കണം. അതിൽ വരുന്നതാണ് ഐഡിയ ജനറേഷൻ. ഐഡിയ ജനറേഷൻ ക്യാൻ ബി ഡൺ ത്രൂ റീസൺ. നമുക്കറിയാം, ആദ്യം നമുക്കൊരു സംഭവം ഐഡിയ ഉണ്ടാവണം. ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യണം. എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ഫീസിബിലിറ്റി നമ്മുടെ കാര്യം വർക്കിംഗ് ആണോ അല്ലെങ്കിൽ നടക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുൾ ആയിരിക്കുമോ എന്ന് നോക്കുന്നതാണ് ഫീസിബിലിറ്റി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല ആൾക്കാരായിട്ട് സംസാരിക്കും, ഇത് എന്താ പറയുക എക്സ്പേർട്സ് ആയിട്ട് നമ്മൾ സംസാരിക്കും, പിന്നെ അനാലിസിസ് നടത്തും. ഇതൊക്കെയാണ് വരുന്നത്. നമ്മൾ പ്രൊജക്റ്റ് ചെയ്തൊരു ബേസിൽ നമ്മൾ എഴുതാന്നുള്ളൂ. പിന്നെ അത് നമ്മൾ എന്താ ചെയ്ത് നോക്കുക, റീസെർച്ച് ചെയ്യും, ഡെവലപ്മെന്റ് ചെയ്യും, അതിനനുസരിച്ച് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ട് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കും. എന്നിട്ട് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ വീണ്ടും അതേ സെയിം തന്നെ ബ്ലൂ പ്രിന്റ്സും ഇതൊക്കെ ചെയ്യും. നമ്മളിപ്പോൾ പറഞ്ഞ സാധനം തന്നെയല്ലേ, ടെക്നിക്കൽ ഇംപ്ലിമെന്റേഷൻ, മെയിൻ്റെനൻസ് സപ്പോർട്ട്, ഇതൊക്കെ. സോ ഇമ്പോർട്ടൻസ് ഓഫ് ടെക്നോളജി ജനറേഷൻ ഡെവലപ്മെന്റ്. ഇതിൽ എക്കണോമിക് ഗ്രോത്ത് കൂടും. നമ്മൾ പുതിയ സാധനം ഉണ്ടാക്കിയാലാണ്. സോ പുതിയൊരു സാധനം ഉണ്ടാക്കുമ്പോൾ ഒരു ന്യൂ ഇൻഡസ്ട്രി അവിടെ ഓപ്പൺ ആവുകയാണ്, അൺലോക്ക് ആവുകയാണ്. ജോബ്സ് ആൾക്കാർക്കുള്ള കുറേ ജോബ് ഓപ്പർച്യൂണിറ്റി കൂടി, പിന്നെ സാധ്യതകൾ കൂടി, ഒരു ഇൻക്രീസ്. അപ്പം തന്നെ ഒരു ടെക്നോളജി പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി ഒക്കെ കൂട്ടാണ്. സോ അങ്ങനെ എന്താ പറയുക, നമ്മുടെ ഒരു ബിസിനസ്സിന് ഉണ്ടാവുന്ന ഒരു ലോസസും പിന്നെ കോസ്റ്റും ഒക്കെ കുറച്ചുകൊണ്ട് ഹയർ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ് ആ ബിസിനസ്സിന്. സോ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി അവിടെ. അതാണ് ഒരു ടെക്നോളജി ജനറേഷൻ്റെ ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻസ്. ഓഫ് കോഴ്സ് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്തായാലും കൂടും. സോ പുതിയൊരു മെഡിക്കൽ, ഇപ്പോൾ എക്സാമ്പിൾ തന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പുതിയൊരു സംഭവം വന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ കൊറോണ എന്ന് പറയുന്ന സംഭവം, നമുക്ക് പെട്ടെന്ന് ഒരു വാക്സിൻ വന്നു, ലൈഫ് സേവിങ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ലൈഫ് സേവിങ് ആയതുകൊണ്ടാണ് നമ്മുടെ ആ ലൈഫ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആയത്. അതാണ് അവിടെ പറയുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻ നമുക്കറിയാം എന്തൊക്കെ മാറ്റങ്ങൾ തന്നെ. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, റോബോട്ടിക് കാർസ് വരാൻ പോകണം, എന്നാൽ സെൽഫ്ലെസ് ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ ഡ്രൈവേഴ്സ് ഉണ്ടാവില്ല, അല്ലാതെ തന്നെ ഓടിക്കണം. അതൊരു ട്രാൻസ്പോർട്ട് ഓപ്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ഒരു ഡ്രൈവറിനെ വയ്ക്കേണ്ട ആവശ്യമില്ല കാറിൽ, അല്ലെങ്കിൽ ഒരാളിരുന്ന് ഓടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാണ്. വെഹിക്കിൾസ് വരുന്നതായിരിക്കും, അപ്പോൾ നമുക്ക് വേറൊരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുന്നതാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് നമുക്കറിയാം, സയൻസ് മെഡിസിനിലൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരും, ഡെവലപ്മെന്റ് ഓഫ് പുതിയ ഡ്രഗ്സ്, മെഡിക്കൽ ഡിവൈസ്, ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഒക്കെ ഇൻവോൾവ് ആകുന്നത്. സോ അതാ ഒരു ഐഡിയയിൽ എഴുതാന്നുള്ളൂ.
എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ്സ് ഓഫ് കോഴ്സ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റ് ബെനിഫിറ്റ്സ് എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ നാഷണൽ സെക്യൂരിറ്റി അപ്പോൾ മിലിറ്ററി ഇൻ്റലിജൻസ് ഏജൻസീസിലുള്ള ടെക്നോളജി ഇമ്പ്രൂവ് ആവുന്ന പുതിയൊരു ടെക്നോളജി ജനറേറ്റ് ചെയ്യുന്നതിലൂടെ വളരെ വലിയ മാറ്റം ഉണ്ടാവണം. പിന്നെ ഗ്ലോബലി നമ്മൾ വലിയ കോമ്പറ്റീഷൻ ആയിരിക്കും. പിന്നെ എന്ന് വെച്ചാൽ അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. നമ്മൾ പുതിയൊരു ടെക്നോളജി ഉണ്ടാവുകയാണ്, അപ്പോൾ വേറെ ആൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവില്ല. സോ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അവിടെ. സോ അത്ര തന്നെ. സോ നമ്മൾ മൊഡ്യൂൾ 2 അവസാനിപ്പിച്ചിട്ടുണ്ട്. സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ എങ്കിലും ചെയ്യണം. കാരണം ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെടട്ടെ, ഷെയർ ചെയ്ത് കൊടുക്കുക. ജൂനിയേഴ്സ് ആയാലും അല്ലെങ്കിൽ സീനിയേഴ്സ് ആയാലും കൊടുക്കുക. അത്ര തന്നെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറക്കല്ലേ.